നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എന്തേ ഇന്നും വന്നില്ല എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ പല്ലവിയായിരുന്നു ചെയ്തിരുന്നത്. ഈ വീഡിയോയിൽ അതിൻ്റെ അനുപല്ലവിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ലൈന് ഞാനൊന്ന് വായിക്കാം. ഇത് ശ്രുതി 2-നാണ് പറയുന്നത്, അതായത് ഡി സ്കെയിൽ. അതാണ് ഫസ്റ്റ് ലൈന്. അത് ഈ എല്ലാ വരികളും സ്റ്റാർട്ട് ചെയ്യുന്നത് അര ബീറ്റ്, ഹാഫ് ബീറ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അടിച്ച് എടുക്കുമ്പോഴാണ്, ഫസ്റ്റ് ബീറ്റിൽ അടിച്ചിട്ട് എടുക്കുമ്പോഴാണ് അത്. അപ്പോൾ ഹാഫ് ബീറ്റ് നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്യുക. എൻ ഹൃദയത്തിൽ ചന്ദനവ, അങ്ങനെ അര ബീറ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ വായിക്കേണ്ടത്. എല്ലാ ലൈനും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ലൈന് അതായത് പാ മാരി നീ നീ സാ, ചന്ദനവാതിൽ, അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ തീവ്ര മധ്യമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മറ്റേ സാധാരണ മധ്യമം, ഇത് തീവ്ര മധ്യമാണ്. ഇവിടേക്ക് രണ്ടാമത്തെ പാ വായിക്കുമ്പോൾ ദാ ടച്ച് ചെയ്ത് വായിക്കുക. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ വായിക്കുക. അതാണ് ഫസ്റ്റ് ലൈന് വരുന്നത്. നെക്സ്റ്റ് ലൈൻ വരുന്നത് നീലക്കായി മാത്രം, അതായത് പിന്നെ ഗരി ഗമ ഗരി സനിധ, അത് ഒറ്റ ബീറ്റിൽ വായിക്കുക. നീലക്കായി മാത്രം, മാത്രം എന്നുള്ളിടത്ത് മാത്രം ആ ഒരു സംഗതി, ഇത്രയും ഒരു സംഗതി ടച്ച് ചെയ്ത് വായിക്കാം. പിന്നെ തുറക്കാൻ ഞാൻ എന്നുള്ളിടത്ത് ദാസ ദാസ ഗ, ദാസ ഗ ഗ, ഇത് കോമൾ ഗാന്ധാരം കൂടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആ ഒരു ലൈന് വരുന്നത്. നെക്സ്റ്റ് ലൈന് വരുന്നത് നിൻമിഴിയാകും അത് പാത്രത്തിൽ, അതായത് അത് ഹാഫ് ബീറ്റ് സ്കിപ്പ് ചെയ്തിട്ട് വായിക്കുക. 1 2 3 4 വായിക്കുമ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് പാ ടച്ച് ചെയ്ത് ഇങ്ങനെ വായിക്കുക. ഞാൻ ബേസിക് ആയിട്ടുള്ള നോട്ടുകൾ മാത്രമാണ് പറയുന്നത്. ബാക്കി ടച്ച് ചെയ്തിട്ട് വായിക്കാം, അതിനെ ഭംഗിയാക്കി വായിക്കാൻ നോക്കുക. ഇതെല്ലാം 2 തവണ വായിക്കണം. ഈ ലൈനൊക്കെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതായത് നിനക്കായി മാത്രം ആ ലൈന്, പിന്നെ നിൻമിഴിയാകും ഇപ്പോൾ വായിച്ചത്, അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. നെക്സ്റ്റ് ലൈന്
അതായത് മാസ്മര മധുരം നുകരാൻ ഞാൻ. അപ്പോൾ നീല് വായിക്കുക. ഇവിടെ ഇങ്ങനെ ചേർത്ത് വായിക്കാനാണ്. അങ്ങനെ വായിക്കണം. അപ്പോൾ അങ്ങനെയാണ് വായിക്കേണ്ടത്. നുകരാഞ്ഞ അതാണ് അവിടെ സംഗതി വായിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വായിക്കും. നെക്സ്റ്റ് ലൈനും സെയിം ലൈൻ തന്നെയാണ് വരുന്നത്. അത് ചെറിയൊരു മാറ്റം ഉണ്ട്. ആദ്യം നമ്മൾ വായിച്ചത് പിന്നെ വരുന്നത് അതായത് ഈ തീവ്രമദ്യം കൂടെ വയ്ക്കുക. രണ്ടാമത് പ വയ്ക്കുമ്പോൾ ദാ ടച്ച് ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണ് ഈ ലൈൻ വരുന്നത്. എല്ലാതും ഫസ്റ്റ് ഒരു അര ബീറ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് വായിക്കാം. നെക്സ്റ്റ് വരുന്നത് മധുവർണ്ണപ്പൂവല്ലേ, ഒരു ലൈനാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ഹാഫ് ബീറ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ മധുവർണ്ണപ്പൂവല്ലേ മറുനീലപ്പൂമോളല്ലേ, അങ്ങനെ ആ ഒരു ലൈന് 2 തവണ വായിക്കുക. അതായത് ഹാഫ് ബീറ്റ് വിട്ടിട്ട് നിസ രീരി റിമ റിമ സാ നീ മധുവർണ്ണപ്പൂവല്ലേ. അങ്ങനെ നെക്സ്റ്റ് വരുന്നത് മധുര 17, അതായത് ദീപ 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 പാപമ ദീപ പാപമ മപ ദ ചേർത്തിട്ട് അല്ല നീ ചേർത്തിട്ട് ദ വായിക്കുക. ദീപ ദീപ പാപമ മപ ദ പാപ അങ്ങനെ വായിക്കുക. ആണ് ഈ ലൈന്. ഫസ്റ്റ് ഹാഫ് ബീറ്റ് സ്കിപ്പ് ചെയ്ത് വായിക്കും. ഇത് ലാസ്റ്റ് ലൈന് വരുന്നത് ലെങ്കി മറിയുന്നോളെ ലെങ്കി മറിയുന്നോളെ ലെങ്കി മറിയുന്നോളെ ലെങ്കി മറിയുന്നോളെ. അതായത് ഹാഫ് ബീറ്റ് സ്കിപ്പ് ചെയ്തിട്ട് റീ റീ മ പാ ടച്ച് ചെയ്ത് വായിക്കും. പിന്നെ സ്കിപ്പ് ചെയ്യാതെ ബീറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അടുത്ത ലൈന്. അതപ്പോൾ ഫസ്റ്റ് സ്കിപ്പ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ലൈന് അങ്ങനെ. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ അതിൽ ദീ പ വായിക്കുക. അപ്പം നമ്മൾ മാ വായിച്ചോണ്ട് അപ്പോൾ ദാ ടച്ച് ചെയ്ത് വായിക്കുക. അത് 4 തവണയാണ് ഇത് വായിക്കുന്നത്.
അപ്പോൾ ഇത്രയാണ് അനുപല്ലവി പഠിക്കാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ പങ്കുവയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഒരു ഊർജം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.